ഹായ് ഫ്രണ്ട്സ്, AJ എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ വീഡിയോയുമായിട്ടാണ്. എന്താണ് പ്രൊഡക്റ്റ് എന്നല്ലേ? ഇതാണ് ആ പ്രൊഡക്റ്റ്. റിയൽമിയുടെ ഫിറ്റ്നസ് ബാൻഡാണിത്. ഒരു 3 മാസത്തോളം ഞാൻ ഈ സാധനം ഉപയോഗിച്ചു. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതും കൊണ്ട് ഞാൻ വന്നത്. 1500 രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിൻ്റെ വിലയുള്ളൂ. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഇത് റിവ്യൂ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാനായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഈ റിവ്യൂ വീഡിയോ മൊത്തം കാണുക. ഇതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എങ്കിൽ നമുക്കിതിൻ്റെ നല്ല വശങ്ങൾ തന്നെ പറഞ്ഞങ്ങ് തുടങ്ങിയാലോ? ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് റിയൽമിയുടെ ഫിറ്റ്നസ് ബാൻഡ്. അതുപോലെ തന്നെ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫിറ്റ്നസ് ബാൻഡ് കൂടിയാണിത്. ഫ്രണ്ട്സ്, ഇതിൻ്റെ ആദ്യത്തെ സ്പെസിഫിക്കേഷൻ എന്ന് പറയാൻ തന്നെ ഇതിൻ്റെ ചാർജിങ് ചെയ്യുന്ന രീതിയാണ്. ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതിൻ്റെ ഈ കാണുന്ന പോലെ ജസ്റ്റ് ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് USB ചാർജറിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ എവിടെ വേണമെങ്കിലും കുത്തിയിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ തന്നെ സാധിക്കും, ഇതൊരു വലിയൊരു ഡിസ്പ്ലേ ആണ്. കുറച്ച് സൈസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഇത് സിംഗിൾ ബട്ടൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പോയിന്റ് ടച്ച് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാകും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യേണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യേണ്ടോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സിംഗിൾ പോയിന്റ് ടച്ച് ആയതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ ആണ് ഇത് IP68 ആണെന്നുള്ളത്. അതായത് IP68നെ കുറിച്ച് കൂടുതൽ ഞാൻ പറയണമെന്ന് അറിയില്ല. സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ സാധനം കടലിൻ്റെ അടിയിലിട്ടാലും ഇതിനകത്ത് വെള്ളം കയറത്തില്ല. അതേപോലെ തന്നെ ഇതിനൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ ആണുള്ളത്. റിയൽമി സ്മാർട്ട് ലിങ്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആ ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട് ഈ വീഡിയോൻ്റെ അവസാനം. അത് സ്കിപ്പ് ചെയ്യാതെ കാണുക, അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നല്ല. സ്മാർട്ട് ലിങ്ക് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫിറ്റ്നസ് ബാൻഡ് ബ്ലൂടൂത്ത് എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. അതിനുശേഷം ഡാറ്റ സിങ്ക്രണൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നമുക്കിനി ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് വാച്ച് ഫേസസ് ആണ്. എന്താണ് വാച്ച് ഫേസസ്? ജസ്റ്റ് വാച്ച് ഫേസസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഓൺലൈനായിട്ടും മൈ ലോക്കൽ ഫേസസ് ആയിട്ടും ഡിസ്പ്ലേസ് കാണാം. ഇതാണ് ഓൺലൈൻ ആയിട്ടുള്ളത്. നമുക്കിത് സെലക്ട് ചെയ്ത് നമ്മുടെ വാച്ചിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഞാനിത് ജസ്റ്റ് സെലക്ട് ചെയ്ത് സിങ്ക്രണൈസ് ടു ഡിവൈസ് കൊടുക്കുകയാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാച്ചിലേക്ക് ഈ ഒരു ഡിസ്പ്ലേ സെറ്റ് ആകുന്നതാണ്. ഇതാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത ഡിസ്പ്ലേ. ഇപ്പോൾ എൻ്റെ ഫിറ്റ്നസ് ബാൻഡിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. മോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും. നമുക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ ആണോ വേണ്ടത് അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഫോണിലെ ഏറെക്കുറെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് ബാൻഡിൽ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് താഴോട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ടർ റിമൈൻഡർ, അലാം ക്ലോക്ക്, റൈസ് ടു വേക്കപ്പ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, സ്പോർട്സ് മോഡ്. നമുക്കിനി ഇതിൻ്റെ കസ്റ്റം ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയൊക്കെയാണ് കസ്റ്റം ഫങ്ഷൻ ഉള്ളത്. നമുക്ക് 2 മാത്രമേ എനേബിൾ ചെയ്യാൻ സാധിക്കൂ. അത് നമുക്ക് ഫിറ്റ്നസ് ബാൻഡിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റലിജൻറ്റ് സ്പോർട്സ് ട്രാക്കിംഗ് മോഡ്സ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിൽ റണ്ണിങ് മോഡ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റണ്ണിങ് മോഡിൽ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൗണ്ട് ഡൗൺ വരും. കൗണ്ട് ഡൗണിന് ശേഷം ജസ്റ്റ് നമ്മുടെ ടൈമും കാണിക്കും, അതേപോലെ തന്നെ ഒരു കൗണ്ട് ഡൗണും അവിടെ കാണിക്കും. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹേർട്ട് ബീറ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എത്ര കിലോമീറ്റർ, എത്ര മീറ്റർ ഓടി, അല്ലെങ്കിൽ നമ്മുടെ കലോറീസ് എത്ര ബേൺ ചെയ്തു, ഇതേപോലെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ റണ്ണിങ് മോഡിൽ കിട്ടും. അതുപോലെ മറ്റു മോഡുകളും. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ കണ്ടത് മാത്രമല്ല, മറ്റ് എല്ലാ ഫിറ്റ്നസ് ബാൻഡിനും ഉള്ള പോലെ തന്നെ ഇതിനുമുണ്ട് കോൾ നോട്ടിഫിക്കേഷൻ ഫെസിലിറ്റി, ഫുഡ് സ്റ്റെപ്സ്, അതേപോലെ തന്നെ ഹേർട്ട് ബീറ്റ് എല്ലാം തന്നെ ഇതിനുമുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത്രയും നേരം ഇതിൻ്റെ കുറച്ച് നല്ല വശങ്ങൾ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതെല്ലാം നമ്മൾ കണ്ടു. അത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഉപയോഗത്തിലൂടെ എനിക്കൊരു ചെറിയ പോരായ്മയും തോന്നി. അതും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും തോന്നി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും റിയൽമി നമുക്ക് ഒരുപാട് ഡിസ്പ്ലേസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിൽ നിന്നുള്ള പിക്ചേഴ്സ് കൂടെ ഉൾപ്പെടുത്തി ഡിസ്പ്ലേസ് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. സോ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു പോരായ്മ ഇതിൻ്റെ ശരിക്കും പോരായ്മ തന്നെയാണോ? എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ റിയൽമി ഇത്രയും കുറേ ഫീച്ചേഴ്സ് തരുന്നില്ല. അത് തന്നെ വലിയ കാര്യമല്ലേ?
സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. മാക്സിമം ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.